الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ലോകത്ത് ഉള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ഖൗമിലേക്കും സമുദായങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഒരു മാർഗദർശി വന്നിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു ഉമ്മത്തുമില്ല, ഒരു സമൂഹവുമില്ല അവിടെ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടല്ലാതെ എന്ന്. അപ്പം എല്ലാ സമൂഹങ്ങളിലും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതവർക്ക് ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ നല്ല വഴിക്ക് കൊണ്ടുവരുവാനും വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് അംബിയാ മുർസലിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കാലങ്ങളിലുമായി നിയോഗിക്കപ്പെട്ടു. അവസാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ പ്രവാചകത്വം അവസാനിക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള മാർഗദർശനം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതിൻ്റെ വിശദീകരണവും വ്യാഖ്യാനവും എല്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ ഹദീസുകളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. വളരെ നല്ല ആളുകൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഏത് മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന നിയമങ്ങളാണ് ഇസ്ലാം ദീനിലുള്ളത്. ഇസ്ലാം ദീൻ പ്രയാസകരമായ ഒരു ദീനല്ല. മനുഷ്യപ്രകൃതിയോട് ചേർന്ന പ്രായോഗികമായ വളരെ സന്തുലിതമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ, ദീനിനെ അത് പ്രകൃതി എന്ന നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു സൂറത്തു റൂമിലെ 30-ാമത്തെ ആയത്ത്, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അള്ളാഹു പറയുന്നത് ഫഅഖിം വജ്ഹക, നീ നിന്റെ മുഖത്തെ തിരിച്ചു വെക്കുക, ലിദ്ദീനി, ഈ ദീനിൻ്റെ നേരെ, ഹനീഫൻ, നേരെ നിലക്കൊള്ളുന്നവനായി, ഇർജു മനസ്കനായിക്കൊണ്ട്, യാതൊരു
തെറ്റുമില്ലാത്ത വിധത്തിൽ നേർക്ക് നേരെ നീ നിന്റെ മുഖത്തിനെ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിലുള്ളത് നീ നിന്നെ തന്നെ ഈ ദീനിൻ്റെ നേർക്ക് തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ദീൻ അനുസരിച്ച് ജീവിക്കുവാൻ നീ നിന്നെ തയ്യാറാക്കുക എന്നതാണ്. ആ ദീനിനെ കുറിച്ച് അല്ലാഹ് പറയാണ്, ഫിത്രത്തല്ലാഹ് അല്ലത്തി ഫത്തറന്നാസ അലൈഹ. അല്ലാഹു തആല ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രകൃതി ഫിത്രത്ത് എന്ന് പറയും. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ച ആ പ്രകൃതി, അതിൻ്റെ നിയമങ്ങൾ, വ്യവസ്ഥകൾ, അതാണ് ഇസ്ലാം എന്നതിന് പകരമായി വിശദീകരണം നൽകിയിട്ടുള്ളത്. ലാ തബ്ദീല ലി ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് നേർക്ക് നേരെയുള്ള വക്രതയില്ലാത്ത നിലനിൽക്കാൻ അർഹതയുള്ള ദീൻ. ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ ധാരാളമുണ്ട്, തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫത്തറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഫാത്തിറുസ് സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയവൻ, ഖാലിഖ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഭാഷയിൽ ഓരോ വാക്കിനും കുറച്ചൊക്കെ അർത്ഥങ്ങളുടെ വ്യത്യാസമുണ്ടാകും. ഫാത്തിർ എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശത്തെ സൃഷ്ടിച്ചു, ഇതൊന്നും ഒരു മുൻ മാതൃകയുള്ള നിലക്കല്ല, തുടക്കമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ്. അതാണ് ഫത്തറ എന്ന് പറഞ്ഞത്. അപ്പം മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ്, ആ വ്യവസ്ഥ, ആ പ്രകൃതി, അതാണ് ഈ ദീൻ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, മനുഷ്യർക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും അത് മനുഷ്യപ്രകൃതിയോടും മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്നതാണ് എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കൂ, മനുഷ്യപ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഇസ്ലാം ദീൻ മനുഷ്യന് അനുഭവിക്കുവാൻ അവസരം നൽകുന്നു. എന്നാൽ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതോ അതൊക്കെ നിരോധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കിതാബ് ലാ യഅ്തീഹി അൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ മിൻ ഹലീം തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. അള്ളാഹു പറയുന്നത് ഖുർആൻ, ആ ഖുർആനിൽ യാതൊരു അസത്യവും ബാത്തിലായ കാര്യങ്ങളും അതിൻ്റെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും അതിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ളത് സത്യമായി നിലനിൽക്കും. അതിൽ മോശമായ യാതൊന്നുമില്ല, അതിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുമില്ല. കാരണം എന്താ? അത് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, അത് യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ്റെ ശരീരം എന്താണ്? മനുഷ്യൻ്റെ മനസ്സിലുള്ളത് എന്താണ്? മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? മനുഷ്യൻ്റെ കഴിവുകേടും എന്താണ് എന്നറിയുന്ന യുക്തിമാനായ സ്തുത്യർഹനായ അള്ളാഹുവിൽ നിന്നിറങ്ങിയതാണ് ഖുർആൻ. അതുകൊണ്ട് അത് മനുഷ്യപ്രകൃതിക്ക് എതിരാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയതിനെക്കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞു തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. മറ്റൊരിടത്ത് പറയുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിലെ 2-ാമത്തെ ആയത്ത് തൻസീലും മിനർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു ഹമീദാണ്. അപ്പോൾ റഹ്മാൻ കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം അള്ളാഹു തആല ഈ ഖുർആനിൽ നമുക്ക് നൽകും, കാണിച്ചു തരും. ഖുർആൻ മനുഷ്യർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത്. കാരണം ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹു മനുഷ്യർക്ക് നൽകിയതാണ്. അതുപോലെ തന്നെ തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, അത് ഞാൻ പറഞ്ഞല്ലോ സൂറത്ത് ഫുസ്സിലത്തിൽ 42-ാമത്തെ ആയത്താണ്. തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം, സൂറത്ത് റൂമിലെ 1-ാമത്തെ ആയത്താണ്.
ഈ കിതാബ് ഇറക്കപ്പെട്ടത് അള്ളാഹുവിൽ നിന്ന്. ആ അള്ളാഹു അൽ അസീസ് അൽ ഹക്കീം ആണ് എന്നാണ്. അതുപോലെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, സൂറത്ത് വാഖിയയിലെ 80-ാമത്തെ ആയത്ത് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. തൻസീലുൽ അസീസ് റഹീം, സൂറത്ത് യാസീനിലെ 5-ാമത്തെ ആയത്ത് അൽ അസീസും അർ റഹീമുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ഇതുപോലെ വേറെയും ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യനോട് കാരുണ്യമുള്ള, വാത്സല്യമുള്ള, അങ്ങേയറ്റം അറിവുള്ള, യുക്തിയുള്ള, തുത്തർഹനായ അള്ളാഹു നൽകിയ ഗ്രന്ഥമാണെന്ന്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ വാത്സല്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ സ്നേഹവും ഈ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ്. അതിൽ മനുഷ്യൻ ആവശ്യമില്ലാത്ത യാതൊന്നും അള്ളാഹുവിൻ്റെ ദീനിൽ ഉണ്ടാവില്ല എന്ന് നാം അറിയണം. നോക്കൂ, നമുക്കെല്ലാവർക്കും ഉള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ദീൻ അതിനെ നിരോധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം, അത് ദീൻ അനുവദിച്ച കാര്യമാണ്. നമ്മളോട് ഭക്ഷണം കഴിച്ചുകൊള്ളാൻ അള്ളാഹു തആല പറയുന്നുണ്ട്. അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാം നൽകിയ നല്ല ആഹാരം നിങ്ങൾ കഴിച്ചുകൊള്ളുക എന്ന്. വറസഖ്നാകും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ നല്ല ആഹാരങ്ങൾ നിങ്ങൾക്ക് നൽകി. കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചുകൊള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്, അള്ളാഹു അനുവദിച്ചതാണ്. എന്നാൽ ലഹരി ഉപയോഗിക്കരുത്, മദ്യപിക്കരുത്, അതുപോലെ തന്നെ ശവം തിന്നരുത്, രക്തം കുടിക്കരുത്, അതൊന്നും തയ്യിബാത്തല്ല, നല്ലതല്ല. അപ്പോൾ മനുഷ്യപ്രകൃതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്ന ആ താല്പര്യത്തെയും അനിവാര്യതയും അംഗീകരിക്കുകയും മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതിനെ അള്ളാഹു തടയുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊന്നാണ് മനുഷ്യന് വസ്ത്രം ധരിക്കണം. അത് അള്ളാഹു തആല അനുവദിച്ചു. ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ ഏത് എന്ന് പറഞ്ഞു. ശരീരം എവിടെയൊക്കെ മറയണം വസ്ത്രം ധരിച്ചാൽ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അഹങ്കാരവും കിബറുമുള്ള വസ്ത്രം ധരിക്കരുത് എന്നും പറഞ്ഞു. അപ്പോൾ വസ്ത്രം മനുഷ്യന് ആവശ്യമുള്ളതാണ്, അള്ളാഹു അനുവദിച്ചതും നിയമമാക്കിയതുമാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യന് ലൈംഗിക ബന്ധം, ആണും പെണ്ണും അവർക്ക് ലൈംഗികമായ ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടാകും, വികാരമുണ്ടാകും. അത് അടിച്ചമർത്തണമെന്നോ നിഷേധിക്കണമെന്നോ അല്ല ദീനിലുള്ളത്, അത് നിയന്ത്രിക്കണമെന്നാണ്. സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിലൂടെ അവർ ഇണകളായി തീർന്ന ശേഷം ഹലാലായ നിലക്ക് അവർക്ക് അത് ആസ്വദിക്കാം എന്നതാണ്. അത് ദീനിൽ ഒരു പുണ്യകർമ്മവും കൂടിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും ചെയ്തു. അന്നിക്കാഹു സുന്നത്തി, എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് നിക്കാഹ്, വിവാഹം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം, ഭാര്യ ഉണ്ടാകണം, ഭർത്താവ് ഉണ്ടാകണം, ഇണകൾ അങ്ങനെ ജീവിക്കണം, മക്കൾ ഉണ്ടാകണം, പേരമക്കൾ ഉണ്ടാകണം, ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. അതൊക്കെ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു. വജഅല മിൻ അസ്വാജിക്കും ബനീന വഹഫദതൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും ഉണ്ടാക്കി തന്നു. വറസഖക്കും മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾക്ക് നല്ല നല്ല ആഹാരങ്ങളും അല്ലാഹു തആല തന്നു. നോക്കൂ, എത്ര വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി മനുഷ്യപ്രകൃതിയുടെ താല്പര്യങ്ങളെ അല്ലാഹു അംഗീകരിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണണം. ഇപ്പം ഈയിടെയായി നമുക്ക് കാണാം, ഇസ്ലാം ദീനിലുള്ള കാര്യങ്ങളൊക്കെ മോശമാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മോശമായി ജീവിച്ച ആളാണ്, ഖുർആൻ വളരെ പിന്തിരിപ്പനാണ്, പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മൾ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ്. എല്ലാ നല്ലതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നു, എല്ലാ തിന്മയെയും ഇസ്ലാം നിരോധിക്കുന്നു. ഇസ്ലാമിൽ നിയമമാക്കിയ എല്ലാം അത് നല്ലതാണ്, ഇസ്ലാം നിരോധിച്ച എല്ലാം അത് തിന്മയുമാണ്. നോക്കൂ, വൃത്തിയിൽ ജീവിക്കുക എന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നവരാണ്. വൃത്തിയിൽ ജീവിക്കണം. ഇസ്ലാമിനെ പോലെ മതം എന്ന നിലക്ക്, കൽപ്പന എന്ന നിലക്ക്, നിയമം എന്ന നിലക്ക് ഇങ്ങനെ വൃത്തിയെക്കുറിച്ച് പറഞ്ഞത് വേറെ ആരാണ്? വേറെ ഏത് ഗ്രന്ഥത്തിലാണ്? നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ വൃത്തിയുള്ളവരായിരിക്കണം.
അവർ നിർബന്ധമായും കുളിക്കേണ്ട സംഗതികളുണ്ട്. അതുപോലെ സുന്നത്തായ കുളികളുണ്ട്. ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരാൻ പാടില്ല എന്നാണ്. ദുർഗന്ധം വരുന്ന വിധത്തിലുള്ള ആഹാരം കഴിച്ച് ആളുകൾ കൂടുന്ന നമസ്കാരങ്ങളിലേക്ക് പോലും പോവരുത് എന്നാണ്. അതാണല്ലോ, ഉള്ളി തിന്ന് അതിൻ്റെ സ്മെല്ലുണ്ടാവുന്ന വിധത്തിൽ പള്ളിയിലേക്ക് പോവരുത്, അത് വൃത്തിയാക്കാതെ എന്ന് പറയാനുള്ള കാരണം. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മലവിസർജനവും പാടില്ല. കാരണം എന്താ? അത് വൃത്തികേടാണ്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാക്കുന്നതാണ്. ആളുകൾ തണൽ കൊള്ളുന്ന മരച്ചോട്ടിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യരുതെന്നാണ്. അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ മനുഷ്യ ശരീരം വൃത്തിയുള്ളതാവണം, മനുഷ്യൻ്റെ വസ്ത്രം വൃത്തിയുള്ളതാവണം, എല്ലാം വൃത്തിയിലായിരിക്കണം. നഖം മുറിക്കണം എന്ന് പോലും നിയമമുണ്ട് ദീനിൽ. കാരണം നഖം മുറിക്കാതെ കുറെ പോകുമ്പോൾ അത് വൃത്തികേടാകും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും, കക്ഷങ്ങളിലും മുഖ്യഭാഗങ്ങളിലുമൊക്കെ വളർന്നു വരുന്ന രോമങ്ങൾ സമയത്തിന് നീക്കം ചെയ്യണം എന്നുണ്ട്, ചലാകർമ്മം ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ എന്താ? ഇതൊക്കെ പഠിപ്പിക്കുന്നത് വിശ്വാസി വൃത്തിയിലായിരിക്കണം ജീവിക്കുന്നത് എന്നതാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ. നമ്മളെ വീടും നമ്മളെ പരിസരവും നാം കിടന്നുറങ്ങുന്ന റൂമും നമ്മുടെ അങ്ങാടിയും നമ്മളെ കടയുമൊക്കെ വൃത്തിയുള്ളതാക്കാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം. മതപരമായി ഒരു ബാധ്യതയുണ്ട്. നമ്മുടെ മുറ്റം അടിച്ചു വാരി അടുത്തവൻ്റെ വഴിയിലേക്കിട്ടാൽ അത് ശരിയല്ലല്ലോ. അതുപോലെ മോശമായിട്ടുള്ള സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പാടില്ലല്ലോ. ഇപ്പൊ തന്നെയല്ലേ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ സർക്കാർ പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ അതിനുവേണ്ടി പ്രചാരണം നടത്തും. അതെന്നാണ് ഈ പറഞ്ഞത്, മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആർക്കും പ്രയാസമില്ലാത്ത നിലക്ക് അത് കൈകാര്യം ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ പരിസ്ഥിതി കയ്യേറുന്നത്. പരിസ്ഥിതി കയ്യേറ്റം മൂലം നമ്മുടെ ആവാസ വ്യവസ്ഥക്ക് പോലും പ്രയാസമുണ്ടാക്കുന്നു. നമ്മുടെ ചുറ്റുവട്ടത്ത് നാം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നമ്മുടെ ചില സുഖത്തിനാണെങ്കിലും മറ്റുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മളുടെ ദീൻ നമുക്ക് നൽകുന്നത് വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാണ്. ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ ഒരു സന്തുലിതമായ നിലക്കാണ്. ഉണ്ടല്ലോ, ചിലർ ദുനിയാവ് വേണ്ട ആഖിറം മതി എന്ന് പറഞ്ഞു പോയ ആളുകളുണ്ട്. ഒരുതരം സൂഫിസം ഒക്കെ അങ്ങനെയാണ്. വിവാഹം വേണ്ട, മക്കളും വേണ്ട, കച്ചവടവും വേണ്ട, ഒന്നും വേണ്ട, ഏതോ മലകളിലോ എവിടെയെങ്കിലും പോയിട്ട് ധ്യാനം, പ്രാർത്ഥന, അങ്ങനെ കഴിയുന്ന ആളുകൾ. അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ദീനിൽ അങ്ങനെയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ചെയ്ത ദുആ എന്താണെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഈ ദുനിയാവിൽ നന്മ നൽകണമേ, അതുപോലെ ആഖിറത്തിൽ നന്മ നൽകണമേ, പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണത്. ഇപ്പൊ ദുനിയാവും വേണം, ആഖിറവും വേണം. ആഖിറത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ദുനിയാവിനെ നമ്മൾ അനുഭവിക്കരുത്. നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആഖിറത്തിലേക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കണം. ഇതാണ് ആത്മീയതയും ഭൗതികതയും ചേർത്തുകൊണ്ട് ഒരു സന്തുലിതമായ ക്രമം എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഒരു സന്തുലിതമാണ് ഇസ്ലാം. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇത് സന്തുലിതമാണ് എന്നതിന് വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അർ-റഹ്മാൻ, സൂറത്തുർ റഹ്മാനിലെ 7-8 ആയത്തുകളാണ്. ഇതിൽ പറയുന്നത് അല്ലാഹു തആല ആകാശത്തെ ഉയർത്തി. സമാ എന്ന് പറഞ്ഞാൽ ഉപരിലോകമെന്നാണ്. നാം എയർപോർട്ട് നോക്കിയാൽ കാണുന്നതൊക്കെ സമാ ആണ്. ആ സമായിൽ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇപ്പോഴും കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. അതാണ് സമാന്റെ അവസ്ഥ. അത് അല്ലാഹു തആല ഉയർത്തി നിർത്തിയിരിക്കുന്നു. മറ്റൊന്ന് വവളഅൽ മീസാൻ, മീസാൻ വച്ചിരിക്കുന്നു എന്നാണ്. മീസാൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ അർത്ഥം തുലാസ് എന്നാണ്, ബാലൻസ്. ഈ മീസാൻ എന്നതിന് എത്രയാണ് തഫ്സീറുകളിലുള്ള വിശദീകരണം എന്നറിയാം. അത് മനുഷ്യൻ നീതിപൂർവം ജീവിക്കണം, അതാണ് മീസാൻ എന്ന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ന്യായവും നീതിയും അനുസരിച്ച് ജീവിക്കണം എന്നത് അള്ളാഹുവിൻ്റെ നിയമമാണെന്നും ആ മീസാനാണ് ഇസ്ലാം എന്നും ഖുർആൻ എന്നും വിശദീകരണമുണ്ട്. മറ്റൊന്ന്, നിങ്ങൾ അളത്തവും തൂക്കവുമൊക്കെ കൃത്യമായി പാലിക്കണം.
എന്ന സൂചനയാണെന്നുണ്ട്. അതിനു പുറമെ എല്ലാത്തിലുമുള്ള ഒരു മിതത്വം, അതാണ് മീസാൻ എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതത്വം, അതാണ് മീസാൻ എന്നും ഈ ആയത്തിന് വിശദീകരണമുണ്ട്. അപ്പോൾ നമുക്ക് ഏത് നോക്കിയാലും അങ്ങനെ ഒരു മിതത്വവും ഒരു സന്തുലിതത്വവും ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ കാണാം. ഇന്ന് വരുന്ന ഒരു പ്രയാസം, മനുഷ്യപ്രകൃതിക്ക് ചേർന്ന ജീവിതം, ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു ജീവിതം എന്നത് മാറി സ്വന്തം ശരീരത്തിന് പോലും വലിയ അപകടം വരുത്തുന്ന വിധത്തിലുള്ള ജീവിതത്തിലേക്ക് പോകും. ഇപ്പൊ രാത്രി ഉറങ്ങാനുള്ളതാണല്ലോ. വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ. രാത്രിയെ നിങ്ങൾക്ക് ഒരു മൂടിയാക്കി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മറയാക്കി വസ്ത്രമാക്കി തന്നിരിക്കുന്നു. പകലിനെ നിങ്ങൾക്ക് ജീവിതായോധനത്തിന് വേണ്ടി ആക്കി തന്നിരിക്കുന്നു. ഇത് തമ്മിൽ വലിയ സംഗതി ഉണ്ട്, ഇതിൽ വ്യത്യാസങ്ങളും. ഇപ്പോൾ രാത്രിയെക്കുറിച്ച് നൗമക്കും സുബാത്ത, നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കുള്ള ഒരു വിശ്രമമാണെന്ന് പറഞ്ഞു. എപ്പോഴാണ് ഉറങ്ങേണ്ടത്? അത് ലൈല ലിബാസ, രാത്രി തന്നെയാണ്. അപ്പൊ രാത്രി നിങ്ങൾ നോക്കൂ, പ്രകാശം ഇല്ലാതെയാകുന്നു, ശാന്തത വരുന്നു, എല്ലാം നിശബ്ദമാകുന്നു. അപ്പൊ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു. രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി ഇപ്പം നമുക്കിടയിൽ ഉണ്ടാകുന്നു. നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമാണ് അതിന്. ആ ജീവിതം അവർ തുടങ്ങുന്നത് രാത്രി 10 മണിക്കും 12 മണിക്കും ശേഷമാണ്, നൈറ്റ് ലൈഫ്. എന്നിട്ട് അത് അവസാനിക്കുന്നത് സുബഹി ആയിട്ടോ സുബഹി കഴിഞ്ഞിട്ടോ ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും അത് ആരംഭിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായി പോലും അത് ശരീരത്തിന് ആഘാതം ഉണ്ടാക്കുന്ന, മനുഷ്യന്റെ ശരീരത്തിലുള്ള വ്യവസ്ഥകൾ, അതിന് പലതിൻ്റെയും വളർച്ചയും പ്രവർത്തനവും ശാരീരികമായ ഒരു ഘടികാരമുണ്ട് എന്നാണ് പറയുന്നത്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും. അതനുസരിച്ചാണ് ഇപ്പം നമ്മൾ ഉറങ്ങുന്നത്, ഉണരുന്നത്, നമുക്ക് വിശക്കുന്നത്, ഇതൊക്കെ ശരീരം അതിനനുസരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിന് രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന്. അപ്പോൾ നമ്മൾ രാത്രി സുഖമായി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ കേടുപാടുകൾ ശരീരം തീർക്കുന്നതും നമ്മുടെ ജീവിതം ആ സൃഷ്ടിച്ച ആ വിധത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ ഉറങ്ങാതെ രാത്രി ജീവിതമാക്കിയാൽ അവൻ്റെ ബ്രെയിനിനും ഹാർട്ടിനും ഹോർമോണുകളിൽ പോലും പല തകരാറുകളും സംഭവിക്കുക. കാരണം ഇതാണ് വ്യവസ്ഥ. പക്ഷെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായി രാത്രി ജോലി ചെയ്യേണ്ടവരുണ്ട്. അത് നിഷേധിക്കുന്നില്ല, അത് ഹറാമാണ് എന്ന് പറയുന്നില്ല, അത് വേണ്ടി വരും. കാരണം ഈ ലോകത്ത് പല കാര്യങ്ങൾക്കും അങ്ങനെ ജോലി വേണ്ടി വരും. എന്നാൽ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യമോ ജോലിയോ അല്ലാതെ നമ്മൾ എന്തിനാ ഉറക്കൊഴിക്കുന്നത്? അങ്ങനെ ആ സമയത്ത് കളിക്കാൻ, രസിക്കാൻ, വർത്തമാനം പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ഉറങ്ങിയാലുള്ള ഗുണം, നേരത്തെ ഉറങ്ങുന്ന ആൾക്ക് രാത്രിയിൽ എണീറ്റിട്ട് തഹജ്ജുദ് നമസ്കരിക്കാൻ സാധിക്കും. സുബഹിന്റെ മുമ്പായിട്ട് എഴുന്നേറ്റ് വളരെ ശാന്തമായി സുബഹി ജമാഅത്തിൽ നമസ്കരിക്കാൻ കഴിയും. സുബഹി ജമാഅത്ത് കഴിഞ്ഞ് അയാൾക്ക് പള്ളിയിലിരുന്നോ വീട്ടിൽ വന്നോ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞ രാത്രി വൈകി ഉറങ്ങുന്ന ആൾക്ക് സുബഹിക്ക് അറിയില്ല, തഹജ്ജുദിന് അറിയില്ല, സുബഹി നിസ്കരിച്ചാൽ തന്നെ പിന്നെ വീണ്ടും ഉറങ്ങേണ്ടി വരികയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തുലിതത്തെ ബാധിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കുക, അതാണ് ഇസ്ലാം. അള്ളാഹു അനുവദിച്ച വിധത്തിൽ നമ്മൾ ജീവിക്കുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. ഇസ്ലാമിൻ്റെ നന്മകൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ മാനസികമായി നാം സന്നദ്ധരാവുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മളിവിടെ ഫാസ് അക്കാഡമിയുടെ കലക്ഷൻ നടത്തും. ഞാൻ എല്ലാ മാസവും
ഒരു വെള്ളിയാഴ്ച പറയാറുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ കീഴിൽ മത ഭൗതിക വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ കുട്ടികൾക്ക് നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട്. കോട്ടപ്പറമ്പുള്ള അവിടെ ഫാസ് അക്കാഡമി ബിൽഡിങ്ങിൽ കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുകയാണ്. നല്ല പഠനവുമാണ്, ഈ കാലത്തേക്ക് ആവശ്യവുമാണ്. അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണ ഫണ്ടിലേക്ക് ഇന്നിവിടെ കളക്ഷൻ നടത്തും. ഇപ്പോൾ 2 വർഷമായി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 20ലേറെ കുട്ടികൾ അതിൽ റെസിഡൻഷ്യലായിട്ട് അവിടെ പഠിക്കുകയാണ്. അവരൊക്കെ ഫീസ് കൊടുത്ത് പഠിക്കുന്നവരുമാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ എല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. കളക്ഷൻ എല്ലാവരും സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ശിഫയാക്കി തരണമേ. ശാരീരികവും മാനസികവും മറ്റുമായ സാമ്പത്തികവുമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും റഹ്മാനായ നാഥ നീ ദൂരീകരിച്ച് തരണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമുദായവും അനുഭവിക്കുന്ന പീഡനങ്ങളും വെല്ലുവിളികളും അതിജീവിക്കുവാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.